എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജനുവരി 10, 11, 12 തീയതികൾ കുറച്ച് നക്ഷത്ര ജാതകർക്ക് അവർ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ നടക്കുന്ന ഒരു സമയമാണ്. നമുക്ക് ഈ നക്ഷത്ര ജാതകരെക്കുറിച്ചും ജനുവരി 10, 11, 12 തീയതികളിൽ ഇവരെ കാത്തിരിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം അറിയിക്കുന്നു. നമുക്ക് നോക്കാം മിഥുനക്കൂറിലെ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകരെക്കുറിച്ച്. മിഥുനക്കൂറുകാർക്ക് പൊതുവെ സമയം അനുകൂലമായിട്ടുള്ള 3 ദിവസങ്ങളാണ് ജനുവരി മാസത്തിൽ. ഈ ദിവസങ്ങളിൽ ഇവരുടെ സ്വപ്രയത്നം കൊണ്ടും സ്നേഹിതരിൽ നിന്നും സഹായം ഉണ്ടാകാൻ സാധ്യതകൾ കൂടുതലാണ്. ഗൃഹം മോട് പിടിപ്പിക്കുന്ന പണി വേഗത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കും. കല, കവിത രചന എന്നിവയിൽ പ്രാവീണ്യം ഉള്ളവർക്ക് അത് കൂടുതൽ പഠിക്കുന്നതിനും തദ്വാര നേട്ടങ്ങളും കീർത്തിയും ഉണ്ടാക്കുവാനും അവസരം ലഭിക്കും. സന്താനങ്ങൾക്ക് അപ്രതീക്ഷിതമായി നല്ല തൊഴിൽ കിട്ടുന്നതിനും വിദേശവാസത്തിനും യോഗം കാണുന്നുണ്ട്. വിവാഹം മുടങ്ങിയിരിക്കുന്നവർക്ക് നല്ല ആലോചനകൾ വന്നു ചേരും. സൂര്യൻ്റെ സഹായസ്ഥാനസ്ഥിതി സ്ഥാനക്കയറ്റം സമ്മാനിക്കും. ഇഷ്ടദേവത ചൈതന്യം, നാനാരീതിയിലുള്ള വരുമാനം എന്നിവ സമ്മാനിക്കും. ഭാഷാ പരിജ്ഞാന പരിമിതി ഉള്ളവർക്ക് പരിശീലനത്തിലൂടെ വിജയം നേടാൻ സാധിക്കും. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലമായി ഭവിക്കും. മിഥുനക്കൂറിലെ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകർ ദോഷപരിഹാരാർത്ഥം ശാസ്താവിന് നീരാജനം, ശിവന് ജലധാര, ഗണപതിക്ക് അർച്ചന എന്നിവ നടത്തി പ്രാർത്ഥിക്കുക. ഇനി കർക്കിടകക്കൂറിൽ പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. വ്യാഴൻ്റെ സ്ഥിതി കർക്കിടകക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമാണ്. സൂര്യൻ 2-ൽ കൂടെ ചൊവ്വയും ബുധശുക്രന്മാരും അനുകൂല അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നൊരു സമയമാണ് ഇവർക്ക് ഉള്ളത്. ഇവർ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണെങ്കിലും ഇരുമ്പ്, മെഷീൻ, ഫാം ബിസിനസ്സുകൾ ഏർപ്പെട്ടിരിക്കുന്നവരാണെങ്കിലും നാൽക്കാലികളെ വളർത്തുന്നവരാണെങ്കിലും സാമ്പത്തിക നേട്ടവും അഭിവൃദ്ധിയും ലഭിക്കുന്ന ദിവസങ്ങളാണ്. പുതിയ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിന് സമയം വളരെ അനുകൂലമാണ്. വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് സെലക്ഷൻ ലഭിക്കുന്നതിന് യോഗവും ഭാഗ്യവും ഉണ്ട്. ഭർതൃസൗഖ്യം, വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് സ്വദേശത്ത് പോകുന്നതിനുള്ള അവസരം എന്നിവ കാണുന്നുണ്ട്. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹവും തൊഴിൽ രംഗത്ത് അനുകൂലമായി വന്നു ചേരും. കുടുംബ സ്വത്തുക്കൾ കൈവരുന്നതിന് സാധ്യതയുണ്ട്. കുടുംബത്തിൽ സമാധാനം, സന്തോഷം എന്നിവ ഉണ്ടാകും. വാതരക്തസംബന്ധമായ ചില അസുഖങ്ങൾ ജീവിതത്തിൽ നിന്ന് വിട്ടൊഴിയും. പൂർവികർക്കു വേണ്ടി പുണ്യകർമ്മങ്ങൾ നടത്തുന്നത് ഈ കൂറുകാർക്ക് ഐശ്വര്യങ്ങൾ നൽകും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ഗണപതിക്ക് അർച്ചന, ദേവിക്ക് കുങ്കുമാർച്ചന, ശിവന് ജലധാര എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ചിങ്ങക്കൂറിലെ മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ഇടവിട്ട് അനുഭവപ്പെട്ടിരുന്ന മനപ്രയാസങ്ങൾ ഇവരെ വിട്ടൊഴിയും. ബന്ധുക്കൾ, കുടുംബ സുഹൃത്തുക്കൾ എന്നിവരുടെ സമാഗമത്തിൽ സന്തോഷിക്കാൻ അവസരങ്ങളുണ്ട്. പുതിയ ചിന്തകൾ മനസ്സിൽ ഉരുത്തിരിയും. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷാ വിജയം പ്രതീക്ഷിക്കാം. എഴുത്തുകുത്തുകളിൽ നിന്നും ഭൂമിയിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകും. വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലമാണ്. ചിലർക്ക് ഉന്നത പദവികൾ വഹിക്കുന്നതിനുള്ള അവസരം കിട്ടും. സന്താനങ്ങളെ കൊണ്ട് സുഖം, സന്തോഷം എന്നിവ ഉണ്ടാകും. ഗൃഹനിർമ്മാണാദി കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടി വരും.
ട്രസ്റ്റ്, കമ്മിറ്റികൾ എന്നിവയിൽ ഉത്തരവാദിത്തപ്പെട്ട ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. പൊതുവെ 25 വയസ്സ് കഴിഞ്ഞവർക്ക് അനുകൂല അവസ്ഥകൾ ഈ 3 ദിവസങ്ങളിൽ ഉണ്ടാകും. സന്താനങ്ങളിൽ നിന്നും, ഗൃഹത്തിൽ നിന്നും, സർക്കാരിൽ നിന്നും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഇടവിട്ട് തലവേദന, കഫസംബന്ധിയായ അസുഖങ്ങൾ, പനി, ചുമ തുടങ്ങിയ ഉഷ്ണരോഗങ്ങൾ ഇടവിട്ട് ശല്യം ചെയ്യാനും ചിങ്ങക്കൂർക്ക് സാധ്യത കാണുന്നുണ്ട്. ഇവർ ദോഷപരിഹാരാർത്ഥം ശിവന് ജലധാര, മുരുകന് പഞ്ചാമൃത അഭിഷേകം, ഇഷ്ടദേവത വന്ദനം എന്നിവ നടത്തി പ്രാർത്ഥിക്കുക. ഇനി കന്നിക്കൂറിലെ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. സാങ്കേതിക വിദ്യാ പഠനത്തിന് ഉത്തമ കാലമാണ്. കൃഷി, വ്യവസായം എന്നിവയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ലാഭം കിട്ടില്ല. ഊഹക്കച്ചവടം, പുനർനിർമ്മാണം തുടങ്ങിയ കാര്യങ്ങളിൽ ധനലാഭം പ്രതീക്ഷിച്ചു തുടങ്ങുന്ന എല്ലാ പദ്ധതികളും പ്രതീക്ഷയ്ക്കൊത്ത് ഫലപ്രാപ്തിയിൽ എത്തുകയും ചെയ്യും. സന്താനങ്ങളിൽ നിന്നും പൂർണ്ണമായ അനുകൂല സമീപനം ഉണ്ടാകുമെങ്കിലും അവരുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ പതിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നിശ്ചയിച്ച വിവാഹം അനുകൂല സ്ഥിതിയിൽ വന്നു ചേരും. കായിക രംഗത്തുള്ളവർക്ക് കാലം ഉത്തമമാണ്. പല നല്ല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെങ്കിലും 12-ാം തീയതിയോടുകൂടി എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കും. തൽക്കാലം വ്യാപാര സംബന്ധമായും മറ്റും പണം മുടക്കാതിരിക്കുന്നതാണ് ഈ സമയത്ത് നല്ലത്. കന്നിക്കൂറിലെ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകർ ദോഷപരിഹാരാർത്ഥം വിഷ്ണുവിന് പാൽപായസം, നാഗക്ഷേത്ര ദർശനം, 100 പാലും വഴിപാടുകൾ എന്നിവ നടത്തുന്നത് ഗുണം ചെയ്യും. ഇനി തുലാക്കൂറിലെ ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. തുലാക്കൂറിൽ കേതുവും 5-ൽ ശനിയും നിലനിൽക്കുന്ന ഈ സമയത്ത് ദൈവാധീനം പൂർണ്ണമായിട്ടും ഇവർക്ക് ലഭിക്കുന്ന 3 ദിവസങ്ങളാണ്. ഗൃഹയോഗം, വാഹനയോഗം, നാൽക്കാലിയിൽ നിന്നുള്ള ലാഭം, സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ, ഉന്നതരുമായിട്ടുള്ള സ്വാത്വിക ബന്ധം എന്നിവ ലഭിക്കുന്ന ദിവസങ്ങളാണ്. അധികാരത്തിൽ ഉള്ളവർക്കും കാലം അനുകൂലമാണ്. നാണ്യവിളകളിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം. സഹപാഠികളിൽ നിന്നും, ഗൃഹത്തിൽ നിന്നും അനുകൂല അവസ്ഥകൾ ഉണ്ടാകും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ നല്ല സമയമാണ്. അതിൽ നിന്നുള്ള നേട്ടങ്ങളും അനുഭവവേദ്യമാകും. സ്ത്രീകൾ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ്. തുലാക്കൂറിലെ ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് മുരുകന് പഞ്ചാമൃത അഭിഷേകം, ശാസ്താവിന് നീരാജനം എന്നീ സ്വാത്വിക കർമ്മങ്ങൾ വഴി ഗുണ അനുഭവങ്ങൾ നേടിയെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി വൃശ്ചികക്കൂറുകാരെ കുറിച്ച് നോക്കാം. വൃശ്ചികക്കൂറിൽ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകരാണ്. ഇവർക്ക് വ്യാഴൻ്റെ മറവ് നിലനിന്നിരുന്നതിനാൽ കുറേ ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ്. ഇനി വ്യാഴൻ്റെ മറവ് ഈ ദിവസങ്ങളിൽ ഉണ്ടാകില്ല. വാക്കും നാക്കും പിഴക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സൈന്യം, പോലീസ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി അനുഭവിക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനപരമായി അനുകൂല സമയമാണ്. പുതിയ പഠനത്തിന് യോഗവും ഉണ്ട്. ക്ഷേത്രഭരണം, ട്രസ്റ്റ്, സൊസൈറ്റി, സഹകരണ സംഘം എന്നിവകളുടെ താൽക്കാലിക ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. ജോലിയിൽ നിന്നും വിരമിച്ചവർ പണം മുടക്കി പുതിയ സംരംഭങ്ങൾ നടത്തുന്നതിന് മുതിരരുത്. സന്താനങ്ങൾക്ക് അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. അവർക്ക് വിദേശവാസത്തിന് സമയം അനുകൂലമാണ്. പുരാതന തറവാടുകളിൽ ജനിച്ചവർക്ക് ഭൂമി തിരികെ ലഭിക്കും. സർക്കാർ റെക്കോർഡുകളിൽ വസ്തു പതിപ്പിച്ച് കിട്ടാൻ ഉള്ളൊരു ഭാഗ്യവും കാണുന്നുണ്ട്. കാണാതായ വിലപ്പെട്ട വസ്തുക്കൾ തിരിച്ചു കിട്ടും. 30 വയസ്സ് മുതൽ 75 വയസ്സ് വരെ പ്രായമായവർക്ക് പല പ്രകാരേണ നല്ല അനുഭവങ്ങൾ ലഭിച്ചു തുടങ്ങും. പ്രതീക്ഷയ്ക്കൊത്തു തന്നെ ഭൂമി ലഭിക്കുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനും ഉള്ള അവസരങ്ങൾ ഉണ്ടാകും. നല്ല വ്യക്തികളിൽ നിന്നും സ്നേഹ ആദരണങ്ങൾ ലഭിക്കും. ചില പുതിയ സംരംഭങ്ങളുടെയും വ്യവസായങ്ങളുടെയും നേതൃത്വം ഏറ്റെടുക്കുവാൻ അവസരം ഉണ്ടാകും. ധന ഇടപാടുകളിൽ ലാഭം നേടും. കൃഷിസ്ഥലങ്ങൾ
ഉള്ളവർക്ക് അതിനോടനുബന്ധിച്ച് ജലസംഭരണികൾ സ്ഥാപിക്കാനും വാസസ്ഥാനം നിർമ്മിക്കുന്നതിനും അവസരങ്ങൾ ഉണ്ടാകും. അമ്മാവന്മാർ, അപ്പൂപ്പന്മാർ എന്നിവർക്ക് ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് മഹാവിഷ്ണു പ്രീതി വരുത്തുക. സർപ്പദേവതകൾക്ക് 100 പാലും നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക.